ഓണത്തിന് പൂവിടാനായിട്ട് പറമ്പിലും പാടത്തും ഒക്കെ ഓടി നടന്നിട്ട് പൂ പൊട്ടിക്കുമല്ലേ. ഒരു പാത്രം നിറയെ പൂ കിട്ടിയാൽ അത്രയും സന്തോഷം. ചിലപ്പോൾ നമ്മൾ ഇലകളാക്കിയായിരിക്കും പൊട്ടിക്കുക, എന്നിട്ട് പിറ്റേ ദിവസം അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് പൂക്കളിടുമ്പോൾ അതൊരു പ്രത്യേക സുഖമായിരിക്കില്ലേ. ഇപ്പോഴും കുറേ പേരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ പൂ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ഓണക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ തൊടിയിൽ പൂക്കളുണ്ടായിരിക്കും. ആ പൂക്കളുടെ ഇടയിൽ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു ബൊമ്മക്കുടി ആയാലോ. അപ്പോൾ അത് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ബൊമ്മക്കുട്ടിക്ക് ഞാനിത് ഓണക്കൂടിയൊക്കെ ഇടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതായത് 2 കമ്പി എടുത്തിട്ട് അതൊന്നിങ്ങനെ വളച്ചെടുത്തിട്ട് ഒരു കൈൻ്റെ ഷേപ്പും കാലിൻ്റെ ഷേപ്പും ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളത് ഒരു ഐസ്ക്രീമിൻ്റെ ബൗളാണ് എടുത്തിരിക്കുന്നത്. ഇതില്ലെങ്കിൽ പേപ്പർ ബൗൾ വെച്ചിട്ട് ഒരു ഉടുപ്പ് സെറ്റ് ചെയ്താലും മതി. അപ്പോൾ നമ്മളിത് ഐസ്ക്രീമിൻ്റെ ബൗളും കൂടി ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈയിനും കാലിനും കുറച്ചും കൂടി ഭംഗി വരുത്താനായിട്ട് പേപ്പർ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ പശ ചേർത്തിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബോഡിയും കൈയും കാലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വിഷമുള്ളൊരു തലയാണല്ലേ, അങ്ങനെ ഒരു കുഞ്ഞി തലയും കൂടി നമ്മൾ ഉരുട്ടിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ കൊല്ലാണെങ്കിൽ തൊടിയിൽ ഇഷ്ടംപോലെ പൂവുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ നിത്യ കല്യാണി, ചെമ്പരത്തി, റോസാപ്പൂവ്, പിന്നെ പേരറിയാത്ത ഒരു ഓറഞ്ച് കളറുള്ള പൂക്കൾ, പിന്നെ പലതരം പൂക്കൾ ഇന്ന് തൊടിയിലുണ്ടായിട്ടുണ്ട്. കുറേ കുഞ്ഞു പൂക്കളായിരിക്കും. അത് പറിച്ചെടുക്കാൻ കുറച്ച് മെനക്കേടാണ്. എന്നാലും നമ്മൾ കളത്തിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് അതൊക്കെ പറിച്ചെടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഏതാണ്ട് നമ്മുടെ ബൊമ്മയുടെ ബോഡി ശരിയായിട്ടുണ്ടല്ലോ. ഇനി നമ്മളിതിന് ഉടുപ്പ് തൊഴിഞ്ഞെടുക്കാൻ പോവാണ്. അപ്പോൾ മുകളിലെ പട്ടുപാവാടയുടെ ബാക്കി ഒരു കഷ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിതാ ഇതുപോലെ പ്ലീറ്റ്സൊക്കെ എടുത്തിട്ട് ഒരു പാവാട തുന്നി കൊടുക്കുന്നുണ്ട് ബൊമ്മയ്ക്ക്. അതുപോലെ തന്നെ ഒരു ടോപ്പും കൂടി ഇതിൽ നിന്ന് തുന്നിയെടുക്കുന്നുണ്ട്. പിന്നെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകത്തിൻ്റെ കുറവാണ്. എന്നാലും നമ്മൾ എവിടെ നിന്നൊക്കെയോ സംഘടിപ്പിച്ചിട്ട് കുറച്ച് ചാണകം സെറ്റപ്പ് ചെയ്തിട്ടാണ് കേട്ടോ പൂക്കളിട്ട് കൊടുക്കാറ്. ഈ പ്രാവശ്യം കളം ഉണ്ടാക്കിയിട്ടില്ല, കാരണം മുറ്റത്ത് കളം ഒരുക്കാറുള്ള അച്ഛനാണ്. ഇപ്രാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കളം ഉണ്ടാക്കിയിട്ടില്ല. വീടിൻ്റെ മുറ്റത്ത് സിമെൻറ്റ് ഇട്ട തറയിലാണ് നമ്മൾ പൂക്കൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുല്ലപ്പൂ ചൂടിയിട്ടുള്ള ഒരു അസലൊരു പെൺകുട്ടി പട്ടുപാവടയൊക്കെ ഇട്ടിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. ഡാൻസ് കളിക്കാനായിട്ട് നമുക്ക് വളരെ പൂന്തോട്ടത്തിൽ തൂക്കിയിട്ടാലോ. അങ്ങനെ പൂവിൻ്റെ അടുത്ത് നമ്മൾ തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ കാറ്റിലൊക്കെ ഇങ്ങനെ ആടി കളിക്കും. ഇനി കാറ്റ് വീശിയില്ലെങ്കിൽ ആ കൊമ്പ് ജസ്റ്റ് ഒന്ന് ആട്ടി കൊടുത്താൽ മതി, അതിങ്ങനെ പാറി പറന്ന് കളിച്ചോളും. ഇതിൻ്റെ ഇടയ്ക്ക് പൂമ്പാറ്റകളും പൂക്കളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഓണത്തിൻ്റെ ത്രില്ലിൽ ആടി കളിക്കുന്ന ഒരു ബൊമ്മക്കുട്ടി. ഇഷ്ടമായോ?